ലോകമെമ്പാടുമുള്ള ഷാലോം ടിവിയുടെ പ്രേക്ഷകരെ ദുബായ് സെൻറ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുക ദൈവം ഞങ്ങൾക്ക് നൽകിയതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കുകയും അതിലെല്ലാം ദൈവമഹത്വം കാണുകയും അത് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, അനേകർക്ക് അനുഗ്രഹമായി മാറാനുള്ളതാണെന്നുള്ള വിശ്വാസത്തോടെ ദൈവസ്നേഹത്തിൽ കുടുംബത്തെയും ജീവിതത്തെയും കാണുകയും ചെയ്യുന്ന നല്ലൊരു കുടുംബത്തെയാണ് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജെയിംസ് ചേട്ടനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജെയിംസ് ചേട്ടൻ ഏകദേശം എനിക്ക് തോന്നുന്നു 10-30 വർഷം ആയി ഇവിടെ എത്തിയിട്ടെന്ന് തോന്നുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും ദൈവം നടത്തുന്നത് വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഒന്ന് പരിചയപ്പെടുത്തൂ ജീവിതത്തെ, നാടും കുടുംബങ്ങളും എല്ലാം. എൻ്റെ നാട് തൃശ്ശൂർ എൽത്തുരുത്ത് എന്ന് പറയും. എൽത്തുരുത്ത് നമ്മുടെ ചാവറാച്ചം പണിത ഒരു പള്ളിയുടെ ഇടവകയാണ്. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. എൻ്റെ അപ്പൻ്റെ പേര് ഫ്രാൻസിസ്, അമ്മ റോസി, പിന്നെ ഞങ്ങൾ 3 സിസ്റ്ററും ഒരു അനിയനും പിന്നെ ഞാനും കൂടി 5 മക്കൾ ഉള്ള ഒരു കുടുംബമാണ്. അതെ, അവർ ഒക്കെ ഇപ്പോൾ എവിടെയാണ്? മൂത്ത സിസ്റ്റർ ഓസ്ട്രിയ, രണ്ടാമത്തെ സിസ്റ്റർ ഖത്തർ, മറ്റേ അനിയൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, പിന്നെ താഴെയുള്ള അനിയത്തി നാട്ടിലെ എൽത്തുരുത്ത് തന്നെയുണ്ട്. മാതാപിതാക്കന്മാർ അവരിപ്പോൾ അവിടെ മരിച്ചുപോയി. ഓക്കെ. അമ്മ ഇപ്പോൾ ദുബായിൽ ഇടയ്ക്ക് എൻ്റെ കൂടെ വരും, ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്ക് ബാംഗ്ലൂർ ഉണ്ടാവും. അതെ, അങ്ങനെ ജീവിക്കുന്നത്. ഓക്കെ. ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾക്ക് അമ്മ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അപ്പൻ ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ശീലം എപ്പോഴും ഞങ്ങൾക്കുണ്ട്. അമ്മ എപ്പോഴും ഞങ്ങളെ ധ്യാനത്തിനും പള്ളിയിലെല്ലാം കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനയിൽ തന്നെ അവൾ നാട്ടിൽ തന്നെ ഒരു കുടുംബം ഞങ്ങളുടെ അങ്ങനെയുള്ള ഒരു വളർച്ചയായിരുന്നു. അത് ശരി. ജയിലേക്ക് വരാം. നാടും മാതാപിതാക്കന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ വീട് തൃശ്ശൂർ തന്നെ, മനക്കുടി എന്ന് പറയും സ്ഥലം. അപ്പനമ്മയുണ്ട്, 2 ചേച്ചിമാർ, ഒരു അനിയൻ, 4 മക്കൾ. അതെ, അവരൊക്കെ ഇപ്പോഴെവിടെയാണ്? അവർ എല്ലാവരും നാട്ടിൽ തന്നെയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 26 വർഷമായി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 25 വർഷമായി. അപ്പോൾ വിവാഹം കഴിഞ്ഞത് ഇങ്ങോട്ട് പോരുകയാണ്. ഓക്കെ. ജെയിംസ് ചേട്ടാ, എങ്ങനെയാണ് ആ ദൈവസ്നേഹം അനുഭവിക്കുകയും അത് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് പറയൂ. ദൈവം ആദ്യം തന്നെ പ്രവർത്തിച്ചത്, ഞാനിവിടെ ഒരു 6 മാസത്തേക്ക് വന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു 29 കൊല്ലമായിട്ട് എന്നെ ദൈവം ഇവിടെ വഴി നടത്തി. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് തന്നെ എൻ്റെ ജീവിത പങ്കാളി, കാരണം ഞാൻ പല പ്രപ്പോസലൊക്കെ നോക്കിയിട്ടും ഒന്നും എനിക്ക് താല്പര്യമായില്ല. ഞാൻ തിരിച്ചു വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബന്ധു വഴിക്ക് തന്നെ എനിക്കൊരു പ്രപ്പോസൽ വന്നു. അങ്ങനെ ജയനെ ഒരു പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേട്ടത് നിത്യസഹമാതാവിൻ്റെ നൊവേന ചൊല്ലുന്ന ആ കുട്ടി, അങ്ങനെ ഒരാളിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. പിന്നെ ജയനെ കാണുന്നതിന് മുന്നേ തന്നെ, കാരണം അവർ വിവാഹത്തെ പറ്റി ആരും ആലോചിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഉറപ്പ് തരണമെന്ന് പറഞ്ഞിരുന്നു. എന്നെ കൊണ്ടുപോയ ആൾ എൻ്റെ ബന്ധുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കാണാതെ തന്നെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ജയ എന്നിലേക്ക് വന്നത്. അതൊരു മാതാവിനോടുള്ള ഭക്തയായ ഒരാളെന്നുള്ള ഒരൊറ്റ കാര്യത്താൽ. തീർച്ചയായും. അപ്പോൾ ജെയിംസ് ചേട്ടൻ അത്രയും മാതാവിനോട് ഇഷ്ടമുണ്ടായിരുന്നു? മാതാവിനോട് ചെറുപ്പം മുതലേ നിത്യസഹമാത എൻ്റെ നോയ എനിക്ക് അമ്മ എപ്പോഴും ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഉദ്ദേശം മക്കളെ പഠിപ്പിക്കാനായിട്ട്, സ്കൂളിലെ പഠിപ്പല്ല, ഈ ഒരു പഠിപ്പിൽ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബത്തിലൊരു ഭക്തി ഉണ്ടാവണമെങ്കിൽ അത് എൻ്റെ ജീവിത പങ്കാളി വഴിക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ശരി. അപ്പോൾ അവിടുന്ന് കല്യാണം കഴിഞ്ഞ് ഈ കുറച്ച് നാളത്തെ കല്യാണത്തിന് മുമ്പ് ഇവിടെ വന്നോ അതെയോ കല്യാണത്തിന് ശേഷമാണോ? കല്യാണത്തിന് 2.5 വർഷം മുന്നേ ഇവിടെ വന്നു. ആദ്യത്തെ ലീവിന് തന്നെ പോയപ്പോൾ കല്യാണം നടന്നു. അപ്പോൾ എന്താണ് ഇവിടെ വരാനുള്ള ഒരു ആശയം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു പദ്ധതിയിൽ ദൈവം എന്താണ് ഇടപെട്ടത്? ഇവിടെ ഇടപെട്ടത് കാരണം ആദ്യം തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഞാനൊരാൾ മാത്രമായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നേറി. അങ്ങനെ ഒരാളെ വെച്ചു, 2 ആളെ വെച്ചു. ഇന്ന് എനിക്കൊരു 2 സ്ഥാപനം ദൈവം തന്നു. ഇപ്പോൾ ഒരു 50 വീട്ടുകാരെന്ന് വെച്ചാൽ 50 സ്റ്റാഫുണ്ട്. അപ്പോൾ എനിക്ക് അവരെ 50 കുടുംബത്തിന് നമ്മൾ വഴി കൂടെ ദൈവം അനുഗ്രഹിച്ച് അവരെ വളർത്താനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയൊരു ഇതാവാൻ വേണ്ടിയിട്ട് ദൈവം വലിയ അനുഗ്രഹിച്ചൊരു സ്ഥാപനമാക്കി മാറ്റി. ഈ സ്ഥാപനം എന്താണ്, എവിടെയാണ്? ഞങ്ങളിവിടെ ദുബായിലെ കിസൈസിൽ എന്ന് പറയുന്ന സ്ഥലത്തും ഷാർജയിലും ഉണ്ട് ഒരു സ്ഥലത്ത്. ഷാർജയിൽ എനിക്കൊരു പാർട്ട്ണറുണ്ട്, രവി എന്ന് പറഞ്ഞ ആളാണ്. അതും നല്ല നിലയിൽ പോകുന്നു. പക്ഷേ ഇപ്പോൾ എന്തിൻ്റെ സ്ഥാപനമാണത്? ഇത് AC മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്റ്റലേഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരാളായിട്ട് ജെയിംസ് ചേട്ടൻ തന്നെ വന്ന് ഇത് തുടങ്ങി,
അതിനെ ഓരോ പടി ദൈവം വളർത്തുന്നത് അത്ഭുതകരമായിട്ട് നമ്മൾ കാണുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ വഴികളിൽ ദൈവം ഇടപെട്ട ചില മേഖലകൾ കാണുമല്ലോ, പറയൂ. ഇടപെട്ട മേഖല എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ഇതിനെ പറയാറുള്ളത് ഇതൊരു ദൈവസഹായം കമ്പനിയാണെന്നാണ്. കാരണം എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ള, കാരണം അത്രയ്ക്കൊന്നും ഞാൻ സ്മാർട്ടല്ല. പക്ഷേ ദൈവം എന്നെ പലയിടത്തും അതിനുള്ള യോഗ്യത ഉണ്ടാക്കി, സ്മാർട്ട് ഉണ്ടാക്കി തന്നെ അതിനെ കൊണ്ട് വഴി നടത്തി. കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സ്റ്റാഫ് കൂടുമ്പോൾ എനിക്ക് അങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടല്ലാതെ സാലറി കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജെയിംസ് ചേട്ടന് ഇത് എങ്ങനെ സാധിക്കുന്നത്? ഞാൻ പറയും എനിക്കറിയില്ല. കാരണം ഞാൻ ദൈവത്തിൽ വന്നിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു പണിയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടോ എനിക്ക് ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു വിശ്വാസം തന്നെയാണ് എന്നെ ഇത്രയും വഴി നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ പള്ളിയിലെ പല ശുശ്രൂഷകളും നിങ്ങൾ രണ്ടുപേരുമുണ്ട്, ദേവാലയത്തെ ചുറ്റിപ്പറ്റിയുള്ള പല കാര്യങ്ങൾ, പ്രെയർ ഗ്രൂപ്പിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ജോലി സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ചില മീറ്റിങ്ങുകൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും, ഒക്കെ ചിലപ്പം പള്ളിയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി വരാം. ഇതൊക്കെ എങ്ങനെ നേരിടുന്നു? അതിൻ്റെ അകത്ത് ദൈവം എങ്ങനെ ഇടപെടുന്നു? അല്ല, അതിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുവിധം ഇവിടെ ആദ്യം എല്ലാ റിട്രീറ്റ്സ് എല്ലാം ഒക്കെ വന്നാലും ഞാൻ എങ്ങനെ സമയമില്ലെങ്കിലും അതിനൊക്കെ പോകാറുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് തുടങ്ങുന്ന റിട്രീറ്റ് ആണെങ്കിൽ മിക്കവാറും ഞാൻ മൊബൈൽ സൈലൻറ്റ് വെച്ചിട്ട് ധ്യാനത്തിന് പോകാറുണ്ട്. പക്ഷേ ഒരു 4 കൊല്ലം മുന്നേ വട്ടായൽസിൻ്റെ ധ്യാനം ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബവും പോയപ്പോൾ ഞങ്ങൾ അതിക്ക് മുന്നേ എല്ലാ ധ്യാനങ്ങളും എല്ലാ പള്ളിയിലെ പരിപാടികളും പങ്കെടുക്കാറുണ്ട്. പക്ഷേ അച്ഛൻ അന്ന് പറഞ്ഞു, നിങ്ങൾ കൂട്ടായ്മയോട് ചേർന്ന് എപ്പോഴും പോകുമ്പോൾ അതിനുള്ള ദൈവത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ താമസിക്കുന്ന മിർദിഫിലാണ്, പക്ഷേ കരാമ കൂട്ടായ്മയിൽ ഞങ്ങൾ ചേരുകയും 4 വർഷമായിട്ട് അതിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട്. അപ്പോൾ ആ 4 വർഷത്തിൽ ഇപ്പം ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന എന്ന് അർപ്പിക്കാൻ, വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും, അതുപോലെ മൺഡേ പ്രെയർ, ഫാസ്റ്റിംഗ് പ്രെയർ, ഇതെല്ലാം നടക്കുന്ന എല്ലാ പ്രെയറുകൾക്ക് പോകാനും, അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനമൊക്കെ പോകാനുള്ള ഞങ്ങൾക്ക് അതിനുള്ള സമയങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. ഈ എന്നാ ബിസിനസ് ഉണ്ടെങ്കിലും എന്നാ തിരക്കുണ്ടെങ്കിലും ദൈവം സമയം ക്രമീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്രമീകരിക്കും. കാരണം ഞാൻ പിന്നെ പറയാറുള്ളത് വെച്ചാൽ കുർബാനയും പ്രയറും കഴിഞ്ഞിട്ടുള്ള ജോലി മതി എന്ന് ഞാൻ എൻ്റെ സ്റ്റാഫിനോടും അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലും പറയാറുണ്ട്. പക്ഷെ അത് വഴിക്ക് എനിക്ക് അറിയില്ല, ആ ദൈവം ആ ജോലികളൊക്കെ ക്രമീകരിച്ച് തന്നിരുന്നു. അത്രേ ഉള്ളൂ. അതാണ് ദൈവത്തിന്റെ വചനം. അത് അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പല ശുശ്രൂഷകളും ഞങ്ങളെ ഉൾപ്പെടെ വൈദികർ ഇവിടെ വന്നാലും ധ്യാനത്തിനെല്ലാം നിങ്ങളുടെ വാഹനങ്ങളും സാഹചര്യവും എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെല്ലാം നിങ്ങൾ സമയവും കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കുറവായിട്ട് വരുന്നില്ല. അതെല്ലാം നിറവാക്കി മാറ്റുന്ന ഒരു ദൈവം അല്ലേ. വാഹനങ്ങളിലൊക്കെ ഒത്തിരിയേറെ വൈദികരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷനും എല്ലാം നിങ്ങൾ സഹായിക്കുന്നു. അപ്പം തന്ന സാഹചര്യങ്ങളെല്ലാം ദൈവം തന്നാണെന്നുള്ളൊരു വലിയ ബോധ്യം അല്ലേ. ജയിലേക്ക് കടന്നു വരാം. ഇൻ്റർസെക്ഷൻ്റെ കോറിലുള്ള വ്യക്തിയും കൂടെയാണ്. ലോകം മുഴുവൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തിരിയേറെ സമയം ചെലവഴിക്കുന്നുണ്ട്, എനിക്കറിയാം. ആ ജീവിതത്തെ ദൈവം ക്രമീകരിക്കുന്ന വഴികളും ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലേക്ക് നയിച്ചതൊക്കെ ഒന്ന് പറയും. പണ്ട് മുതലേ എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ പരീക്ഷ വന്നാലും മനസ്സിലായി. നിത്യസഹാ മാതാവിൻ്റെ നൊവേനയുള്ള കൊച്ചിനെ കിട്ടിയെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഓക്കെ. പള്ളിയിൽ സൊഡാലിറ്റിയിൽ എപ്പോഴും ഞാൻ നൊവേന ചൊല്ലാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്കൂളിലായാലും സിസ്റ്റേഴ്സിൻ്റെ കൂടെ എല്ലാ പ്രാർത്ഥനകൾക്കും മുൻപന്തിയിൽ തന്നെ ഞാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ചൊല്ലിപ്പിക്കുന്നത് എന്നെ കൊണ്ടാണ്. അപ്പോൾ കൊച്ചിലേ തൊട്ട് എനിക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പൊതുവെ വീട്ടിലിരുന്ന് ആരും അറിയാതെ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് താല്പര്യമായിരുന്നത്. പിന്നെ ഇപ്പോൾ കൂട്ടായ്മയിൽ വന്നു ചേർന്നതിന് ശേഷം കുറച്ചൊക്കെ രംഗത്തിറങ്ങേണ്ടി വരുന്നുണ്ട്. എന്നാലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമായതുകൊണ്ട് ഞാനതങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ പള്ളിയുടെ കോർ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അതിന് പറ്റാവുന്ന പോലെയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്. കൂട്ടായ്മയിലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ വചനം പറയാനായിട്ട് ഒരു പ്രാവശ്യം കൂട്ടായ്മയിൽ വചനം പറഞ്ഞു. ഇനി ശക്തമായി ഞങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് ഇപ്പോൾ ജെയിംസ് ചേട്ടന് പല കാര്യങ്ങളുണ്ട്, ബിസിനസ്സുണ്ട്, ഇവിടുത്തെ പല കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ സ്പീഡ് ഓടുന്ന ഒരു സ്ഥലമായി ദുബൈ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കുറച്ചേറെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്ന രീതിയുണ്ട്. സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിനോടെല്ലാം ചേർന്ന് ഓഫീസിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുക? കൂടുതൽ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് തന്നെ ഒരുമിച്ചുള്ള പ്രാർത്ഥന അരമണിക്കൂർ സമയമുണ്ട്. അപ്പോൾ നമ്മളുടെ വീടും സ്ഥാപനവും എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും കുറേ സമയം.
പിന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു കാര്യം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇന്ന കാര്യമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് മാതാവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറയും, ആ കാര്യം ശരിയായിട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ മുന്നേ മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ആരായാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പോൾ അത് തന്നെ ചെയ്യും. അതെ. അപ്പോൾ പല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കും കൂടുതൽ വിശ്വാസം കൂടി കൂടി വരുന്നുണ്ട്. അതൊരിക്കലും നഷ്ടമാകില്ല. ഉം. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അതെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടിയായിട്ട് പെട്ടെന്ന് അതിന് അതെ, അതെ. തീരുമാനമുണ്ട്. അതിപ്പോൾ നാട്ടിൽ നിന്നായാലും പലരും വിളിച്ച് പറയും, ജയ ഒന്ന് പ്രാർത്ഥിക്കണം, ഇന്ന കാര്യമുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഇരുന്ന് വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ല, ജോലിക്ക് പോകാത്തതുകൊണ്ട് എനിക്ക് സമയമുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ സമയം ഒരു പക്ഷേ നാട്ടിലിരിക്കുന്ന പല കുടുംബത്തിലെയും ചേച്ചിമാർ, ജോലിക്ക് പോകാത്ത ഒത്തിരിയേറെ ആയിരക്കണക്കിന് ചേച്ചിമാരുണ്ട്. അവർക്ക് ഇതൊരു മെസ്സേജ് ആകട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം നല്ലൊരു ശതമാനം സീരിയലുകളിൽ കാത്ത് വിഷമിച്ച് കരഞ്ഞ് അത് കണ്ട് അതിൻ്റെ പുറകെ പോകുമ്പോൾ ദുബായിൽ, ഈ രാജ്യത്ത് എല്ലാവിധ സാഹചര്യങ്ങളും ദൈവത്തോട് ചേർന്ന് കിട്ടുന്ന സമയം അനേകരുടെ മധ്യസ്ഥത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന നിങ്ങളെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജെയിംസ് ചേട്ടനിലേക്ക് വരാം. മക്കളെ പറ്റിയൊക്കെ എന്ന് പറയും. മക്കള് മൂത്ത ആളുടെ പേര് ഫിജോ, രണ്ടാമത്തെ ആള് ഫെബി. അപ്പോൾ അവർ +2 വരെ ഇവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ബാംഗ്ലൂർ പഠിച്ചു. മൂത്ത ആൾ MBA കഴിഞ്ഞു, ഇപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആണ്. രണ്ടാൺമക്കളാണ്. അതെ. അവരെ നിങ്ങളുടെ ആഗ്രഹം തന്നെ നിങ്ങൾ പലപ്പോഴും ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളായാൽ മാത്രം മതി, ഒന്നുമില്ലേലും അല്ലേ? അതാണ് ആഗ്രഹം. കാരണം സഭയോട് വലിയ ബന്ധം നിങ്ങൾക്കുണ്ട്, നാട്ടിലും ഇവിടെയെല്ലാം ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു സ്നേഹത്തിലേക്ക് ആദ്യമായ ഒരു ധ്യാനത്തിനോ അല്ലെങ്കിൽ ആ ഒരു സഭയോടുള്ള സ്നേഹം എങ്ങനെയാണ് കൂടാൻ കാരണം? ധ്യാനത്തിന് ഞങ്ങൾ ഇപ്പോൾ ഈ പ്രയർ ഗ്രൂപ്പിൽ വരുന്നതിന് മുന്നേ തന്നെ എല്ലാ വെക്കേഷന് മുമ്പും ഞങ്ങൾ കുടുംബമായിട്ട് ധ്യാനത്തിന് പോകാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിൽ നിന്ന് നമുക്കത് ചെറുപ്പത്തിൽ അമ്മ വഴിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ അത് മക്കളെ പഠിപ്പിക്കുക, അവരെ ഇവിടെ കാറ്റീസത്തിന് ഇവിടെ ഞങ്ങൾ എല്ലാ ഇതിനും കൊണ്ടുപോയിരുന്നു. പിന്നെ ഈ വാർഷിക ധ്യാനങ്ങൾ ഞങ്ങളവിടെ മിക്കവാറും എല്ലാ വെക്കേഷനും അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത്, അവർക്കുള്ള ഇപ്പം എനിക്കുള്ളതായാലും അവർക്കുള്ളതായാലും സമ്പാദ്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സ്വർഗത്തിലൊരു നിക്ഷേപം ഉണ്ടാക്കാനായിട്ട്, അതിന് അവരും നമ്മളുടെ കൂടെ വളരണം. അതിനുള്ളൊരു മാതൃക എന്നിൽ കണ്ട് പഠിക്കാനും കാരണം എൻ്റെ ഫാദറിൽ നിന്ന് ഞാനത് കണ്ടുപഠിച്ചതാണ്. എൻ്റെ അപ്പന് മറ്റുള്ളവരെ സഹായിക്കുന്നത് കണ്ടിട്ട് ഞാനത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മക്കൾ പഠിക്കണം. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ കാരണം. സർവ്വ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നതല്ല, കിട്ടിയ പണം ദൈവത്തോട് ചേർന്ന് ചെലവഴിക്കുന്ന മക്കൾ കണ്ടുപഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കൂടി അവരുടെ മനസ്സ് ഉണ്ടാവണം. അതിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടം വന്നായിട്ട് തോന്നുന്നുണ്ട്? ഇല്ല. കാരണം വെച്ചാൽ എനിക്കറിയില്ല ദൈവം എത്രമാത്രം എന്നെ വളർത്തിയിട്ടുണ്ടെന്നുള്ളത്. കൊടുക്കും തോറും എനിക്ക് ദൈവം തന്നിട്ടുള്ളൂ. പിന്നെ കൊടുക്കാനുള്ള ഒരു മനസ്സ് ദൈവം തന്നതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം. കാരണം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതെനിക്ക് വലിയ സന്തോഷം. അതിൽ എനിക്കും ജയിക്കും. ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ ആലോചിക്കാതെ, കാരണം എൻ്റെ ഒരു ടെൻഷനായാലും എൻ്റെ ഏത് കാര്യമായാലും ഞാൻ ജീവിത പങ്കാളിയോട് പറയാതെ ചെയ്യാറില്ല. അതുകൊണ്ട് വെച്ചാൽ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കുകയായാലും, കാരണം എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും മാത്രമേ അറിയുള്ളൂ പല കാര്യങ്ങളും, മക്കൾക്ക് പോലും അറിയില്ല. കാരണം മിക്കവാറും ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് തീരുമാനിച്ച് പറയുമ്പോൾ രണ്ടുപേരും വിചാരിച്ച എമൗണ്ട് വരെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ അത് വളരെ പ്ലാൻ ചെയ്തിട്ട് നടത്തുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ദൈവം തന്നതെല്ലാം തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും എൻ്റെ ഒരു ഉദ്ദേശം ഇവിടെ നിൽക്കുന്ന, കാരണം ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് നാട്ടിലൊക്കെ ഇതൊക്കെ അവസാനിപ്പിച്ച് പോകാമെന്ന്. പക്ഷേ എൻ്റെ മനസ്സിലും പിന്നെ പല കൗൺസിലിംഗ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് തന്നാൽ ദൈവത്തിനറിയാം, അത് ഷെയർ ചെയ്യാൻ നിങ്ങൾക്കതിന് ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം മെയിനായിട്ട് ഇനി കിട്ടുന്നതിൽ നല്ലൊരു ഭാഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, പിന്നെ ആവശ്യക്കാരെ എൻ്റെ മുന്നിൽ ദൈവം എത്തിക്കണം. അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ ആദ്യമായി ധ്യാനം കൂടിയത് എവിടെയാണ്, ഏത് വർഷമാണ്, അതിനെ തുടർന്ന് എടുത്ത തീരുമാനങ്ങളൊക്കെ കാണുമല്ലോ, ഒന്ന് പറയും. അത് ഇവിടെ വന്നിട്ടാണ്? നാട്ടിൽ നിന്ന് തന്നെ. നാട്ടിൽ ഞങ്ങൾ ശരിക്കും പോട്ട ധ്യാന കേന്ദ്രം തുടങ്ങിയപ്പോൾ തൊട്ട് ധ്യാനത്തിന് പോയി തുടങ്ങിയ ആൾക്കാരാണ്. അതെന്ന് വെച്ചാൽ ഡിവൈൻ വരുന്നതിന് മുന്നേ തന്നെ പോട്ടയിൽ അമ്മ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജെറുസലേമിലും ഞങ്ങൾ ദമ്പതിമാരുടെ ധ്യാനം പറവട്ടാനിയിലൊരു പള്ളിയിൽ ഞങ്ങൾ കൂടിയിരുന്നു. അതാണ്. അന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നോ? ദൈവം എങ്ങനെ ഞങ്ങളെ ഒന്നിപ്പിച്ച ഇത്രയും സ്നേഹത്തിൽ പലയിടത്തും ഭർത്താവിന് ആഗ്രഹമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എതിരായിരിക്കും, ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഭർത്താവിനെതിരായിരിക്കും, നന്മ ചെയ്യുന്ന ആണെങ്കിലും കൊള്ളാം, ദൈവവേല ചെയ്യുന്നതാണെങ്കിലും കൊള്ളാം. ഇത് ഒന്നിച്ച് നിർത്താൻ വേണ്ടി ദൈവം ഇത്രയേറെ നിങ്ങളെ കരുതിയതിൻ്റെ ഒരു കാരണമൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ചെറുപ്പം മുതലേ ഈശോയുടെ കൂടെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട് വളരെ പ്രാർത്ഥന ചൈതന്യമുള്ളൊരു വീട്. അമ്മയും അപ്പനും നന്നായി പ്രാർത്ഥിക്കും, സഹോദരങ്ങളും. ഞാൻ വളരെ സന്തോഷിക്കുന്നു എനിക്കിങ്ങനെ ഒരു കുടുംബം കിട്ടിയതിൽ. അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും വളരെ അന്തരീക്ഷം. ദൈവസ്നേഹത്തിലാണ്. അതെ അതെ അപ്പോൾ ആ അനുഗ്രഹം നിങ്ങൾക്കത് അതെ. കൃത്യമായിട്ട് നിങ്ങൾ പോലും അറിയാതെ തീർച്ചയായിട്ടും ഉണ്ട്. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹവും അനുഗ്രഹിച്ചിട്ടുണ്ട്. സന്തോഷവും എല്ലാം ദൈവത്തെ യേശുവിനെ പ്രഘോഷിക്കാൻ എളുപ്പമാണ്. അതിനേക്കാളും വലിയ സംഭവമാണ് ഈ കൂടെ നിൽക്കുന്നവരെ ഒന്ന് കരുതിക്കൊണ്ട് അതെ പോവുക അതെ എന്നുള്ളത്. ഈശോയെ ഇഷ്ടപ്പെടാൻ എളുപ്പമാണ്. പക്ഷെ മറ്റുള്ളവരെ സ്നേഹിച്ചും മാതാപിതാക്കന്മാരെ കരുതിയും അവരോട് സ്നേഹം കാണിച്ചും ഒക്കെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് അതിൻ്റെ അത് അവരെ വീട്ടിൽ ചെന്നാലും ആർക്കായാലും അറിയാം. അവർ 5 മക്കളും ഒന്നിച്ചായി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. വലിയ ഇന്നത്തെ അനുഗ്രഹമാണ്. കാലഘട്ടത്തിൽ അതെ 5 അതെ പേര് നിന്നാൽ 5 ധ്രുവങ്ങളാണ്. അതെ അതിന് പകരം ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്നേഹം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് പ്രയർ ഗ്രൂപ്പുകളും പ്രാർത്ഥനാ സംഭവങ്ങളും ഇവിടെ നിങ്ങൾ എല്ലാം സജീവമാണ്. അതെ. ദൈവം നടത്തിയ വഴികൾ ജെയിംസ് ചേട്ടന് ചിലപ്പം പല അത്ഭുതകരമായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എനിക്ക് തന്നെ പല കാര്യം പറഞ്ഞതറിയാം. ചില മീറ്റിങ്ങുകളിൽ നമ്മൾ വേണ്ടെന്ന് പോലും ഓർക്കുന്നിടത്തേക്ക് ദൈവം തുറന്ന് പദ്ധതികൾ തരുന്ന അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പറയും. കാരണം ഇവിടെ ചില മീറ്റിങ്ങുകളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലയൻസൊക്കെ, കാരണം എനിക്കൊന്നും ഇരിക്കാൻ അത്ര യോഗ്യതയുള്ള അങ്ങനത്തെ ഒരു മീറ്റിങ്ങുകളായിരിക്കില്ല ചിലപ്പോൾ, അത്രയ്ക്കും വലിയ ക്ലയൻസുകളാണ്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് ദൈവം എങ്ങനെയാണെന്ന് അറിയില്ല, വലിയൊരു സ്ഥാനം അവിടെ തന്നിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ ഇവിടെ കൊണ്ടിരുത്തിയതാണ്. കാരണം എനിക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവം അത്രയും പറയും നീ ചെയ്യ്. അപ്പോൾ ഞാൻ ജയയോട് ആലോചിക്കും. അപ്പോൾ ജയ പറയും ദൈവം തന്ന പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളിലും ഇതേപോലെ മീറ്റിങ്ങിന് മുന്നേ ജയനെ വിളിച്ച് പറയും. അപ്പോൾ ജയ മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും നമ്മൾ വിചാരിച്ചകൾ ഭംഗിയായിട്ട് മീറ്റിംഗ് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ലോക്കൽസ്, ഞാനൊരു ലോക്കലിൻ്റെ അടുത്ത് ആൾ അത്രയൊന്നും ആരുടെ അടുത്തും അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ആളല്ല. പക്ഷേ എനിക്കൊരു ഞങ്ങൾ എടുത്ത റെൻ്റലിൻ്റെ ഒരു വീടിൻ്റെ റെൻ്റലിൻ്റെ ഓണറാണ് ആൾ. പക്ഷെ അവിടേക്ക് ഞാൻ ചെന്നു. അപ്പോൾ അതിലെ ഒരു അസിസ്റ്റൻറ്റ് പറഞ്ഞ എൻ്റെ അടുത്ത് ജെയിംസ് ചേട്ടാ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ആൾ ഒരു നിലയ്ക്കും അങ്ങനെ ഒരു മിങ്കിൾ ചെയ്യുന്നൊരു ആളല്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്ക് റെൻറ്റിനെ പറ്റിയിട്ട് കുറച്ച് കിട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാനാണ് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല. ജയനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ജയ നീ മെഴുകുതിരി വെച്ച് പ്രത്യേകിച്ച് മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ച് ജയയോട് പറഞ്ഞ് ഞാൻ ഡോർ എൻ്റർ ചെയ്ത വഴിക്ക് ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ജെയിംസ് ഇരിക്കാൻ പറഞ്ഞു. കാരണം അങ്ങനെയൊന്നും ഇരിക്കാൻ പറയുന്ന ആളല്ല. ഇരിക്കാൻ പറഞ്ഞിട്ട് ആദ്യം ചോദിച്ചത് എന്നോട് പറഞ്ഞത് ഹൗ ഈസ് യുവർ ഫാമിലി, അങ്ങനെ എൻ്റെ മക്കളുടെ വിശേഷം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം ഇവിടുത്തെ ലോക്കൽ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ച രീതി കണ്ടിട്ട് ഞാനും സംസാരിച്ച് എന്നോട് പറഞ്ഞു നിനക്ക് എത്രയ്ക്കാണ് വേണ്ടത് എന്നുള്ള ഞാൻ വിചാരിച്ച എമൗണ്ട് കറക്റ്റായിട്ട് എനിക്കത് കുറച്ച് തന്നു. അത് ഞാൻ വലിയ ദൈവത്തിൻ്റെ ഇടപെടലായിട്ട്, കാരണം എന്ന് വെച്ചാൽ എനിക്ക് പൈസ മാത്രമല്ല, പക്ഷേ ദൈവം എന്നിൽ കൂടെ അല്ലെങ്കിൽ അത്രയ്ക്കും അദ്ദേഹത്തിൽ അത് പ്രവർത്തിപ്പിച്ചു. അധികാരികളിൽ നമ്മൾ ദൈവത്തെ സ്നേഹം തീർച്ചയായിട്ടും. ഇടപെടുന്നു എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഞങ്ങൾ എമിഗ്രേഷനിലോ അല്ലെങ്കിൽ ലേബറിലോ ഞാനും ജയം പോയിട്ട് ഒരു പ്രാവശ്യം എമിഗ്രേഷനിൽ പോയിട്ട് ഇത് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ജെയിംസ് ചേട്ടൻ പോയിട്ട് ഒന്നുകൂടി കൗണ്ടറിൽ പോയി നോക്ക്. അങ്ങനെ പല സംഭവങ്ങളും പാസ്സാവാത്ത വിസകൾ അല്ലെങ്കിൽ ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞ കേസുകൾ, അതൊക്കെ ആ നിമിഷം അവിടെ ഇരുന്ന് കൊണ്ടെത്തിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പ്രവർത്തിച്ച് ദൈവം വലിയ നിലയിലൂടെ നടത്തി കൊണ്ടുപോകണം. എനിക്കറിയില്ല എങ്ങനെയാണ് ദൈവം എന്നെ അത്രയ്ക്കും ഉയർത്തി പിടിച്ചിരിക്കുന്നത്. കാരണം ഞാൻ അതിനുള്ള അത്രയ്ക്കുള്ള യോഗ്യതയുള്ള ആളല്ല. പക്ഷെ ദൈവം അത് കൊണ്ട് നടക്കണം, വഴി നടത്തണം തന്നെ. എന്നാൽ ദൈവവും അധികാരികളെല്ലാം നമ്മളെ കരുതുന്ന ഒരു മുഖം കാണുകയാണല്ലേ. പക്ഷേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഭിമാനത്തോടെ നമ്മളെപ്പോഴും ഓർക്കുക നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് പ്രാർത്ഥിക്കാനും അതിന് ഇവിടുത്തെ സർവ്വ അധികാരികളോടും നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും നമ്മൾ തീർച്ചയായിട്ടും, കാരണം നമ്മൾ എത്ര സ്വതന്ത്രമായിട്ടാണ് നമ്മൾ ദൈവ ശുശ്രൂഷകൾ ചെയ്യാൻ ഇവിടെ. അപ്പോൾ പ്രാർത്ഥനയായിട്ട് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു ഇത് വന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിലെ മറ്റേ ഗാഗുൽത്ര ട്രീറ്റ് സെൻ്ററിലെ ബെന്നി പീറ്റർ അച്ഛൻ, ഡയറക്ടർ അച്ഛൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വരാനിടയായി. ഒരുവിധ എല്ലാ അച്ഛന്മാരും വരാനിടയായി എൻ്റെ വീട്ടിൽ. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണും. കാരണം ദൈവത്തിൻ്റെ അഭിഷക്തൻ നമ്മുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിട്ട് കാണും. അതെ, അങ്ങനെ അച്ഛൻ വന്നിട്ട് പ്രാർത്ഥിച്ച് വന്നിട്ട് ജെയിംസ് ഇവിടെ ഒരു പ്രാർത്ഥനാ മുറി, ഒരു പ്രാർത്ഥനാലയം വരാൻ പോകുന്നുണ്ടല്ലോ, എനിക്ക് അതൊരു മെസ്സേജ് കിട്ടുന്നു. അപ്പോൾ എനിക്കറിയില്ല അച്ഛൻ, എനിക്കറിയില്ല ഇതൊന്നും പറഞ്ഞു. പക്ഷേ അച്ഛൻ ബ്ലസ് ഇത് പോയി പിറ്റത്തെ മാസം ഞങ്ങൾക്ക് ദൈവം ഒരു പ്രാർത്ഥനാ മുറി, പ്രാർത്ഥനയ്ക്ക് മാത്രമായിട്ടൊരു വലിയൊരു മുറി ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നു. അവിടെ ഇപ്പോൾ പല പ്രാർത്ഥനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും പല കൂട്ടായ്മയുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ കൂട്ടായ്മയുടെ എല്ലാം നടക്കുന്നു. അതുകൊണ്ട് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമായിട്ട് ഞാൻ അതിന് കണക്കാക്കുന്നു.
ദൈവം അനുഗ്രഹിക്കട്ടെ. അതാണ് ദൈവത്തിൻ്റെ ഒരു വാക്ക് പോലും അന്വർത്ഥമാകാതെ പോകും. അത് അക്ഷരാർത്ഥത്തിൽ നടന്നിരിക്കും എന്നുള്ളതാണ് അല്ലേ. ആ സ്നേഹമാണ് നമ്മൾ തിരിച്ചറിയുക ഇവിടെയല്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും ചെറിയ രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രേയറിലൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. രണ്ടുപേരും ഒരു മനസ്സാണ്, അതുപോലെ തന്നെ പാട്ടുകാരുമാണ്. നിങ്ങൾ നമ്മുടെ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ 4 ലൈൻ പാട്ട് പാടും. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഇപ്പം എൻ്റെ ഒരു വിശ്വാസം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ പാട്ടിൽ കൂടെ കൂടുതൽ ആത്മീയമായിട്ട് കൂടുതൽ ദൈവത്തോട് അടുക്കാൻ പറ്റുന്ന എനിക്ക് എപ്പോഴും അങ്ങനെയാണ് കൂടുതൽ ഇത് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും ശരിയുമാണത്. ഗാനങ്ങൾക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട്. ഗാനങ്ങൾക്ക് മനുഷ്യനെ മാനസാന്തരപ്പെടുത്താനും നവീകരിക്കാനും എല്ലാം. ശരി, എങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒരു പാട്ട് കേൾക്കാം. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നമുക്ക് മക്കളിലേക്ക് വീണ്ടും വരാം. അവരിപ്പോൾ പഠിക്കുന്നത് ബാംഗ്ലൂരാണെന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ ആ പഠനങ്ങളിലെല്ലാം ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ട് കാണും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അവരുടെ പഠന മേഖല പറയുകയാണെങ്കിൽ അവർ വിചാരിക്കലും കൂടുതൽ നല്ല മാർക്കിൽ റിസൾട്ടിൽ അവർ പാസ്സായി. പിന്നെ ഒരു പ്രത്യേക കാര്യം ഞങ്ങൾക്കൊരു അനുഭവം പറയാനുള്ളത്, ഇളയ മകൻ +2 കഴിഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അറിഞ്ഞത് അവിടെ ആ കോളേജിൽ റാഗിങ്ങിൻ്റെ പ്രശ്നം അത് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനായിപ്പോയി. അങ്ങനെ മെയ് മാസത്തിലാണ് ഇതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞത്. ഇവന് ക്ലാസ് 3 മാസം കഴിഞ്ഞിട്ടേ തുടങ്ങും. അപ്പോൾ ആ 3 മാസം ഞങ്ങൾ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് പിന്നെ ആ വർഷം തന്നെ കോളേജ് പുതിയൊരു റൂൾ അവിടെ കൊണ്ടുവന്നു. റാഗിങ് ഇവിടെ തീർത്തും പാടില്ല എന്നുള്ള ഒരു വലിയൊരു നിയമം. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമായി. കാരണം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഉത്തരം കിട്ടി. അതെ, കോളേജ് മൊത്തം എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് വഴി ഒരു വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് കാണാൻ പറ്റി. കോളേജിൽ തന്നെ മാറ്റണം എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നായിരുന്നു ഞങ്ങൾ. പക്ഷെ ദൈവം ശക്തിയായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന അവിടെ ആവശ്യമുണ്ടായിരുന്നു. നാളെ വരുന്ന തലമുറയ്ക്കും അതായത് നമ്മൾ ഉറച്ചത് വിശ്വസിക്കുന്നു നമ്മൾ. കാരണം ദൂരത്തിനും കാലത്തിനും സമയത്തിനും എല്ലാം അധിപനാണ് ക്രിസ്തു. അത് എവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ക്രിസ്തുവിന് പറ്റില്ല. പിന്നെ അതിലവിടെ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ ദൈവം തന്ന പ്രത്യേകതകൾ എനിക്ക് എൻ്റെ ഭവനത്തിലായാലും അല്ലെങ്കിൽ എവിടെയായാലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു ഫംഗ്ഷനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വിളിച്ച് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി വിടുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ തൃപ്തി, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ അതിലൊക്കെ ഞാൻ വളരെ തൃപ്തി കാണുന്നു. അതെനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൻ്റെ ഫംഗ്ഷൻ നടന്നപ്പോൾ ജെയിംസ് ചേട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോയതാന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം പാചകം നന്നായിട്ട് അറിയാം, എല്ലാത്തിനും കൂടും. വെരി ഗുഡ്. അപ്പോൾ അതെല്ലാം സന്തോഷമാണ് മനുഷ്യർക്ക്. ഭക്ഷണം അത് ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് ജെയിംസ് ചേട്ടാ. സുവിശേഷം പറഞ്ഞ ക്രിസ്തു മനുഷ്യർ മടുത്തു എന്ന് ഹൃദയത്തിന് അലിവ് തോന്നിയെന്നാണ് വചനം പറയുക. എന്നിട്ടാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത്. അപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു അത്ഭുതം കാണിച്ച് ആരുടെ അടുത്ത് ഷോ കാണിക്കാനല്ല ക്രിസ്തു. അവരുടെ വിശപ്പ് മനസ്സിലാക്കി അപ്പത്തെ വർദ്ധിപ്പിച്ച ക്രിസ്തുവാണ്. അപ്പം മറ്റുള്ളവരുടെ വിശപ്പിനെ കാണാനുള്ളൊരു ഹൃദയം ദൈവം തരുന്നത് തന്നെയാണ്. തീർച്ചയായും അതിലൊരു വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഒരു കൂട്ടായ്മ ഉണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ആൾക്കാരായുള്ളവർ. കാരണം ഞങ്ങൾ കുടുംബപരമായിട്ടൊരു ഡിസ്കഷനും അതുപോലെ പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഫീസ്റ്റ് വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞ് നമ്മളൊക്കെ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവരാം, ഒന്നും ഹോട്ടലിൽ നിന്ന് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ, അതിനുള്ള ഭക്ഷണം എൻ്റെ ബിരിയാണി എൻ്റെ വക ഞാൻ ഉണ്ടാക്കി വീട്ടിൽ, അതിന് സാക്രിഫൈസ് ചെയ്താൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ട് ഈ ബിരിയാണി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ആ ഒരു റിസൾട്ട് എനിക്ക് ദൈവം പരിശുദ്ധാത്മാവ് തന്നു. അതുപോലെ തന്നെ നമ്മളുടെ വീട് തറവാടെന്ന് എല്ലാവരും പറയാം. ഈസ്റ്റർ ആയാലും ക്രിസ്തുമസ് ആയാലും നമ്മുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും 50-60 പേരൊക്കെ നമ്മുടെ വീട്ടിലാണ് നമ്മൾ മെയിൻ ആഘോഷം നടത്തുന്നത്. അതെ, കാരണം ഞാൻ 10-29 വർഷമായി വന്നിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ വിളിച്ച് അവരെ കൂട്ടണം, എല്ലാ ബന്ധുക്കളെയും നമ്മുടെ ഫ്രണ്ട്സിനെയും കൂട്ടുക, അതൊരു എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കണക്കാക്കണം. കാരണം വെച്ചാൽ അവരെ ഒരുമിച്ച് കൂടട്ടെ. പിന്നെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും കൂടുമ്പോൾ അതിലൊരു സന്തോഷം നമ്മൾ കാണുന്നു. അപ്പൊ അവരും നാളെ ഇത് ചെയ്യാനായിട്ട് അവർക്കൊരു പ്രചോദനം ആവട്ടെ. അതിനേക്കാൾ ഉപരി മക്കൾ ഇത് കാണുന്നുണ്ട്. അപ്പനും അമ്മയും ചെയ്യുന്ന സർവ്വകാര്യവും നമ്മളറിയാതെ അവര്
റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവരും നാളെ അത് ചെയ്യും. എൻ്റെ അപ്പൻ ഇതാ ചെയ്തേ. ഇപ്പം നമ്മുടെ അപ്പൻ ചെയ്തതിനെ നമ്മൾ സ്വീകരിക്കുന്ന പോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കും. ഒരു ആഘോഷം വരുമ്പോൾ ഒരു സ്നേഹം, എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാനുള്ള കരുതാനുള്ള ഒരു ദൈവം തന്നതിൻ്റെ ഒരു ഓഹരി പങ്കുവെക്കുക. അത് ഭക്ഷണമാണേലും വസ്ത്രമാണേലും എന്താണെങ്കിലും. അതുപോലെ തന്നെ അനേകർക്ക് അത് അനുഗ്രഹമാകുക. അതൊക്കെ അത് മൂത്ത മകൻ കോളേജിലെ ഒരു പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു എന്ന് പറയണേ, എൻ്റെ റോൾ മോഡൽ എൻ്റെ ഡാഡിയെന്ന്. വെരി ഗുഡ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു റിവാർഡ്. അല്ല, അപ്പം എൻ്റെ വീട്ടിലും അങ്ങനെയാണ്. അമ്മയോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്പൻ ഇവിടെ എപ്പോഴും 2-3 പേർക്കുള്ള ഭക്ഷണം എക്സ്ട്രാ വേണം. കാരണം ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിപ്പിക്കാതെ വിടില്ല. അത് അപ്പനും അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ഇതിൽ നിന്ന്, അവരിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് എനിക്കും. ഞാനും അതിൽ വളരെ സന്തോഷം കാണുന്നു. അതാണ്, അത് പാരമ്പര്യമായിട്ട് നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം വിശന്നൊരാൾ വരുമ്പോൾ, അതുകൊണ്ടാണ് ക്രിസ്തു സത്യത്തിൽ വചനപ്രഘോഷകനല്ലെന്ന് നമ്മൾ പറയുന്നത്. സുവിശേഷമാണ്. അത് വിശക്കുന്നവർക്ക് അപ്പമാണ്, ദാഹിക്കുന്നവന് വെള്ളമാണ്. അതാണ് വചനം. അവിടെ വചനമേക്കും. ആ ഒരു വചനമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൻ മരിച്ചതിന് ശേഷം എൻ്റെ കൂടുതൽ അഭിവൃദ്ധിയിൽ വന്നു. കാരണം അന്ന് ഞാൻ വിശ്വസിക്കുന്നു, അപ്പൻ്റെ ആത്മാവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിൽ ശക്തിയായിട്ട് എന്നിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം അപ്പൻ്റെ പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും. അപ്പൻ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഇരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിൽ കൂടുതൽ എന്താ അഭിമാനിക്കാനുള്ളത്? നിങ്ങൾക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇനിയും ഒരു പക്ഷേ ലോകത്തോട് പറയാനുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം ദൈവം നിങ്ങളെ നടത്തിയ ചെറിയ ചെറിയ വഴികളാണ്. ആ ചെറിയ വഴികളിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം കണ്ടു. അത് പകരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു. ലോകത്തിന് ഇവർ നൽകുന്ന സന്ദേശം, വീട്ടിൽ സമാധാനത്തോടെ സ്വസ്ഥമായിട്ടിരിക്കുകയും അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ, ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ മധ്യസ്ഥം വഹിക്കുന്ന ഒരു ഭാര്യ, അത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു വലിയ പ്രതിസന്ധി, ഒരു മീറ്റിംഗ്, ഒരു ആവശ്യം വരുമ്പോൾ ഭാര്യയോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ട് പ്രാർത്ഥിക്കൂ, എനിക്കതിൽ ഉറപ്പുണ്ട് ദൈവം ഇടപെടുമെന്ന് പറയുന്ന ഒരു ഭർത്താവ്. ആ കുടുംബത്തിൻ്റെ സ്നേഹവും അതുപോലെ ആഘോഷങ്ങളിലെല്ലാം എല്ലാവരെയും കൂടെ നിർത്തണമെന്നും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ദൈവസ്നേഹം, അതൊരു മദ്യപാനോ മറ്റു പാർട്ടികൾക്ക് പോകാതെ ദൈവത്തോട് ചേർന്ന് നല്ല ആഘോഷങ്ങളെല്ലാം പങ്കിടുകയും ചെയ്യുന്ന മക്കളും സമ്പന്നതയല്ല, ഉള്ള സമ്പന്നതയിൽ ക്രിസ്തുവിനെ കൊടുക്കുന്ന സന്തോഷത്തിൻ്റെ മക്കളായി മാറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ കുടുംബം അനേകർക്ക് മാതൃകയും അനുഗ്രഹവുമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ലോകം മുഴുവനെയും അതുപോലെ എന്നെയും പലരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറയുമ്പോൾ അവർക്കെല്ലാം വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.